ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് ഫ്രൈ ആണ്. ആദ്യമായിട്ട് നമുക്ക് ചട്ടി വെക്കാം. അതിനുശേഷം ചട്ടി ചൂടാകുമ്പോൾ 3 സ്പൂൺ എണ്ണ ഒഴിക്കുക. വേപ്പില, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് കുറച്ച്, പെരിഞ്ജീരകം ചതച്ച് വെച്ചിരിക്കുന്നത്, കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. ഉള്ളിയിട്ട് നല്ലതുപോലെ ചുവക്കെ വഴറ്റണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുക. നമുക്ക് ആ ഉള്ളി നല്ലതുപോലെ വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ചുവന്ന് പരുവാകുമ്പോൾ ഏകദേശം നമ്മൾ തക്കാളി ഇടുക. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1/4 സ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല, ഉലുവാപ്പൊടി, ഒരു 2 നുള്ളു ഉലുവാപ്പൊടി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ചുവക്കെ നമ്മൾ വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കി നമ്മളെല്ലാം കൂടി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ചട്ടി മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 2-3 പിടി തേങ്ങ നമ്മൾ അരിഞ്ഞത് ഇത്തിരി ഒന്ന് വറുത്ത് നല്ലതുപോലെ നമ്മൾ വറുത്ത് ആ ബീഫിലേക്ക് ഇട്ടതിന് ശേഷം അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ ആ പാൻ വീണ്ടും ആ എണ്ണയും ആ പാനും വെച്ചിട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് മുരിച്ച് മുളക് പൊടി വറുത്തതിന് ശേഷം അതിനകത്തിട്ട് വറുത്തതിന് ശേഷം നമ്മൾ ഈ ബീഫിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. അത് നമ്മൾ കുറഞ്ഞ തീയിലിട്ട് വേവിച്ച് നമ്മൾ ഏകദേശം ബീഫ് കറക്കുന്നത് വരെ ഇട്ട് വേവിക്കുക. നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ കുക്കിംഗ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.